എല്ലാ തന്തജി സഖാവാണോ അല്ലെങ്കിൽ മൊയിലേരാണോ? മുക്കം ഉമർ ഫൈസി ഉസ്താദ് EK വിഭാഗം സമസ്ത മുഷാവറ അംഗം കൂടിയായ മുക്കം ഉമർ ഫൈസി ഉസ്താദ് PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോഴത്തെ UDF സർക്കാർ എടുക്കുന്ന ആ അയകൊയമ്പം മട്ടത്തിലുള്ള നിലപാടുമായി ബന്ധപ്പെട്ട് ഉസ്താദ് വളരെ കൃത്യമായി പറഞ്ഞ ഒരു കാര്യം, അതങ്ങട്ട് സഹിക്കാൻ കഴിയാത്ത ഒരു യൂത്ത് ലീഗുകാരന് ലീഗ് തലീകാരിയിട്ട് പിന്നെ അവിടുന്ന് പുറത്തം പൂടുകയാണ്. അല്ലെങ്കിലും ലീഗിന്റെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ നേർക്ക് ലീഗ് പറഞ്ഞുകൂട്ടിയ ഓരോ ആഭാസങ്ങളും തെറികളും അക്രമങ്ങളും ലീഗിന്റെ പോയകാല ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ എക്കാലത്തും കിട്ടാവുന്നതാണ്, ഇക്കാലത്തും അത് കിട്ടുകയാണ്. ഞാനിവിടെ പറയുന്നത് മുക്കം ഉമർ ഫൈസി ഉസ്താദ് PM ശ്രീയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ LDF സർക്കാർ അതുമായി ബന്ധപ്പെട്ട നിലപാടെടുത്തപ്പോൾ അതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ UDF സർക്കാർ അതുമായി മുന്നോട്ട് പോകാനുള്ള ഒരു വ്യഗ്രതയിലാണ് നമ്മൾ കാണുന്നത്. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഇടതുപക്ഷം കേരളം ഭരിക്കുമ്പോൾ PM ശ്രീയിലെ ഒപ്പിട്ടു എന്ന് പറഞ്ഞ് വലിയ ഒച്ചപ്പാടും സമരമൊക്കെ ഉണ്ടാക്കിയ യൂത്ത് ലീഗുകാരടക്കമുള്ള ലീഗിന്റെ സകല നേതാക്കന്മാരും അതിനെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഒരു നിലപാട് ഇപ്പൊ കൃത്യമായി ആ വിഷയത്തിൽ പറയാൻ കഴിയാത്ത? നമുക്കറിയാം KM ഷാജി സാഹിബൊക്കെ പ്രസംഗിച്ചത് വേങ്ങര മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കാൻ നിൽക്കുന്നത് 25% മണ്ഡലത്തിന്റെ കാര്യം, 75% ഈ രാജ്യത്തിന്റെ കാര്യവും CPM-കാരാ. നീയും RSS-ഉമായി ഉണ്ടാക്കിയ ഡീലുണ്ടാക്കിയ PM ശ്രീ ഉണ്ടല്ലോ, അത് ചവറ്റുകൊട്ടയിലേക്ക് UDF സർക്കാർ വന്നാൽ വലിച്ചെറിയും എന്നാണ് KM ഷാജി പറഞ്ഞത്. എന്താ അർജവപ്പ കാണാത്ത? എന്താണ് ആ അർജവപ്പ കാണാത്ത? ഇപ്പൊ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോ ഇങ്ങനെയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഉമർ ഫൈസി ഉസ്താദ് വ്യക്തമായൊരു നിലപാടപ്പൊ പറഞ്ഞത്. ഇതിനെതിരെ ഒരു യൂത്ത് ലീഗുകാരൻ ലീഗ് തലീകാരിയിട്ട് തെറി ഉൾച്ചിയ. ലീഗിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അങ്ങനെയാണ്, ഓർക്ക് പണ്ഡിതനെന്നോ തങ്ങന്മാരെന്നോ ഒരു നോട്ടമല്ല. ലീഗിനെതിരെ അല്ലെങ്കിൽ ഇവിടുത്തെ നിലപാടിനെതിരെ ആരെന്തെങ്കിലും പറഞ്ഞാല് ആണ്ട് കണ്ണും ചിമ്പിയിട്ട് പണ്ഡിതനോ തങ്ങളോ, ലീഗിന്റെ പോയ കാല ചരിത്രങ്ങൾ അങ്ങനെയല്ലേ. എത്രയെത്ര തെറികൾക്ക് ഇരയായവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങള്, പണ്ഡിതന്മാര്. നമുക്കറിയാം മഹാനരായ EK ഉസ്താദിനൊക്കെ പറഞ്ഞ തെറിക്ക് കജും കണക്കൂല്ല ലീഗുകാര്. ഞാനിപ്പോൾ അതൊന്നും ആ പഴയ കഥകളൊന്നും ഇപ്പൊ പറഞ്ഞാണ്ട് ഇതാക്കണില്ല. അപ്പോ ലീഗ് മാറിയിട്ടില്ല എന്നും ആ ലീഗ് ഇങ്ങനെയാണ് എന്നുള്ളതും, അല്ലെങ്കിൽ ഈ ചങ്ങായിക്കെതിരെ ഒരു നടപടി എടുക്കണ്ടേ? ഇവ യൂത്ത് ലീഗുകാരനാണ്, പാച്ച തെറിയും തോണിയാസം വിളിച്ചറിയ പണ്ഡിതന്മാരെ കുറിച്ച്. ഇത് ഞാൻ പറയുമ്പോ എന്നെ 4 തെറി പറഞ്ഞിട്ട് കാര്യമല്ല, ഞാൻ ഈ പറഞ്ഞത് കാര്യമാണ്, നേരാണ്, സത്യമാണ്. നിങ്ങൾ കേട്ടോക്കി. എന്റെ മാന്യമായ ഭാഷയിൽ അവനെ വിമർശിച്ചുകൂടെ? ഒരു പണ്ഡിതനെ കുറിച്ച് ഇക്കോളം പറയാൻ പറ്റുമോ? ഇതിന് എന്താണ്, ഇതിനൊക്കെ ഒരു തടയിടണ്ടേ? അതിന് പാണക്കാട് തങ്ങൾ പാപ്പ തന്നെ മുന്നിട്ട് ഇറങ്ങണ്ടേ? നിങ്ങളെ അണികളെ നിലക്ക് നിങ്ങൾ നിർത്തണം തങ്ങളാപ്പ. ഇത്തരത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ ഈ തെറിയും തോണിയാസം പറയാൻ അണികളെ കയറൂരി വിടരുത് എന്നാണ് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഒരു യൂത്ത് ലീഗുകാരൻ പറയുന്നത് കേട്ടോളി നിങ്ങളെ. അതുകൊണ്ട് കഴിഞ്ഞ അടുത്ത സർക്കാർ ഒരു കാലത്ത് അതിൽ ഒപ്പുവെച്ചെങ്കിലും ഫണ്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒപ്പുവെച്ചതാണ്. പിന്നെ അവർക്ക് ബോധം വന്ന് എതിർപ്പൊക്കെ വന്നപ്പോൾ അവരതിൽ നിന്നുണ്ടാക്കി അത് മരവിപ്പിച്ചു. ഏതായാലും നമ്മുടെ നാട്ടിന് അത് ആപത്താണെന്ന് എല്ലാവർക്കും അറിയാം. അതിൽ ഉറച്ചു നിൽക്കണം ഏത് സർക്കാരായാലും ശരി. UDF അധികാരത്തിൽ വന്നാൽ അത് അറബിക്കടലിൽ എറിയുമെന്ന് അവരോട് ചോദിക്കണം എന്തുകൊണ്ട് എറിഞ്ഞിലാണ്. UDF അതിൽ നിന്ന് പിൻവാങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് അങ്ങനെ അവരെ പറ്റിയ ഒരു പ്രതീക്ഷയില്ല, ആരെ പറ്റിയ ഒരു പ്രതീക്ഷയില്ല. നല്ല ചെയ്യുന്നുള്ള കാര്യം ആരെ പറ്റും പ്രതീക്ഷയില്ല. എല്ലാ തന്തജി സഖാവാണോ അല്ലെങ്കിൽ മൊയിലേരാണോ? ഒരു കൊല്ലം മുന്നേ ശിവൻകുട്ടി മുഖ്യമന്ത്രിയും കൂടി അതിൽ ഒപ്പിട്ടപ്പോ എന്റെ തൊള്ളയിൽ എന്തേനി പയം തിരികച്ചേനി. ഇയാളൊരു സഖാവാണ്. ഇയാൾക്ക് എന്താ വെച്ചാല് വക്കബോർഡില് അവിടെ എന്തോ ഒരു പണി കിട്ടിയപ്പോ ഇയാളെ വിചാരം എന്താ വെച്ചാല് CPM ഭയങ്കര സംഭവം വിചാരിച്ച് എടുക്കണാണ്. ഈ ലീഗിനെയും കോൺഗ്രസിനെയും വിശ്വസിക്കും വേണ്ട, ഈ ലീഗിനെയും കോൺഗ്രസിനെയും നന്നാക്കാനും വരണ്ട. എന്റെ പിന്നാലെ നടക്കുന്ന ആൾക്കാരില്ലേ, കോളേജ് നന്നാക്കിയാൽ മതി. അല്ലെങ്കിൽ ഇത് സഖാവായിട്ട് എടുക്കുക, അല്ലെങ്കിൽ എന്താ മതപണ്ഡിതനായിട്ട് എടുക്കുക. ഇത് രണ്ടിലും കൂടി തോണി കാലിട്ടമാരി നടന്നു കഴിഞ്ഞാല് വലിയ അപകടം ഉണ്ടാവും. സ്വന്തം നാട്ടിൽ വരെ ഒരു വിലയില്ലാത്ത ഒരു ഉമ്മർ വയസ്സിയാണ് ഇത്. എല്ലാവരും ഇയാൾ നമ്മള് രാഷ്ട്രീയമായിട്ടല്ല, ഒരാൾ ചെയ്യുമ്പോ അത് നല്ലതും മറ്റോ ചെയ്യുമ്പോ അത് ചീത്തതും. ഇപ്പൊ UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഒരു മാസമായിട്ടേ അപ്പക്കിന് വിക്കറ്റ് പോയി, അതിലൊപ്പിട്ട് ഇതിലൊപ്പിട്ട്. എന്തേലും പൈസ വാങ്ങണതിന് മുന്നേ അറിയില്ലേനോ ഇതിലൊപ്പിടുമ്പോ പൈസക്ക് വേണ്ടിയിട്ട് ഒപ്പിട്ടായിരുന്നു. അപ്പൊ അറിയില്ലേനത്? ഇത് BJP-ക്കാരെയും കഷ്ടമാണ് ഇങ്ങനത്തെ കുറെ തന്താര്. എങ്ങനെയുണ്ട്? ഇതാ നമ്മൾ പറയണത്.
ചങ്ങായി ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഈ പിണറായി സർക്കാർ കേരളം ഭരിച്ചപ്പോൾ ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്ന് UDF എടുത്ത നിലപാട്, അല്ലെങ്കിൽ അന്ന് അക്കാലത്ത് ലീഗിന്റെ ആളുകള് അതിന് സമരം ചെയ്തിട്ട് പോലീസുകാരേക്ക് അടി വരെ കിട്ടിയതാണ്. എന്നിട്ട് ഇപ്പൊ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആയവയമ്പം മട്ടം. ഇതിനെതിരെയാണ് ഉമർ ഫൈസി ഉസ്താദ പറഞ്ഞത്. അതൊക്കെ കേട്ടാണ്ട് എന്താണ് അതൊക്കെ കേട്ടിട്ട് എന്താണ് അതിലുള്ള വസ്തുതകൾ പഠിക്കുക, അല്ലാതെ പണ്ഡിതന്മാരെ തെറിയും തോന്നിയ ദിവസം പറയില്ല അല്ല വേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു.